അങ്ങനെ 2 ആഴ്ചത്തേക്ക് അമേരിക്ക യുദ്ധം നിർത്തി എന്നുള്ള വാർത്തയാണ്. കാരണം ട്രംപ് പറഞ്ഞിരുന്നത് ഇന്ന് ചൊവ്വാഴ്ച റെഡിയാക്കി കളയും എന്ന് പറഞ്ഞാൽ സിവിലൈസേഷനെ ഞാൻ നശിപ്പിക്കും എന്നൊരു വളരെ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തി. ഒരു 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 നല്ല പ്രസ്താവനയല്ല. അല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് ട്രംപ് ഇന്ന് യുദ്ധം നിർത്തിയത് എന്നൊരു ചർച്ചയാണ്. അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ ചിലരിപ്പോൾ പറയുന്നുണ്ട് പണ്ട് നിക്സന്റെ കാലത്ത് വിയറ്റ്നാം വാർ നടന്നപ്പോൾ നിക്സൺ ഇങ്ങനെ പറഞ്ഞിരുന്നു, മൊത്തം തൊലച്ച് കളയും, യുദ്ധത്തിൽ അമേരിക്ക തോറ്റു, മൊത്തം ഞാൻ തൊലച്ച് കളയും എന്നൊക്കെ പറയും. അപ്പോൾ അൺപ്രഡിക്റ്റബിളായിട്ട് നേരത്തെ നിർവചിക്കാൻ കഴിയാത്ത തരത്തിൽ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞ് എതിരാളിയുടെ മനോവീര്യം കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് പറയുന്നത്. ഇതെന്താണ് പറയുന്നത്, അതിനൊരു അമേരിക്കയിൽ ഒരു ചൊല്ലുണ്ട്, മാഡ്മാൻ തിയറി എന്ന് പറയും. നിക്സന്റെ കാലത്ത് 2 US എക്കണോമിസ്റ്റുകളായ ഡാനിയൽ എൻബർഗ്, തോമസ് ഷെല്ലിംഗ്, ഇവരാണ് ഈ മാഡ്മാൻ തിയറി ഉണ്ടാക്കിയത്. ഇവർ പറയും ഇങ്ങനെ ഒരു യുദ്ധമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭരണാധികാരി, യുദ്ധത്തിൻ്റെ മെജോറിറ്റി അല്ലെങ്കിൽ ഒരു മൈറ്റി പവറായിട്ട് നിൽക്കുന്ന ആൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വല്ലാത്ത ഭയം, ആശങ്ക ഉണ്ടാക്കും. അതിനിടയ്ക്ക് ചില നെഗോഷിയേഷൻസ് നടത്തുക. അതിന് വേണ്ടിയിട്ടാണ്, അല്ല ട്രംപിന് വട്ടായിട്ടൊന്നും അല്ല ഇങ്ങനെ പറയുന്നത്, ഇത് കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ മാത്രമല്ല ഇത്തവണ ഈ വെടിനിർത്തൽ ഇറാനും അംഗീകരിച്ചു. നേരത്തെ പറഞ്ഞത് 5 ദിവസമൊക്കെ പറഞ്ഞു ഞങ്ങൾ റെഡിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ വെടിനിർത്തൽ നിലനിൽക്കാനായിട്ട് ഇസ്രായേൽ സമ്മതിച്ചില്ല. 5 ദിവസം സീസ് ഫയർ ട്രംപ് പറഞ്ഞപ്പോൾ ഇസ്രായേൽ കയറി പിന്നെ അടിച്ചു. പക്ഷേ ഇത്തവണ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും ഇറാനെ ആക്രമിക്കത്തില്ല, പക്ഷേ ഞങ്ങൾ ലെബനോനെ ആക്രമിക്കും. ലെബനോണിൽ ഹിസ്ബുള്ള ഇടയ്ക്ക് കയറി ഇങ്ങോട്ട് പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും യുദ്ധം ചെയ്തിരിക്കും. അല്ല, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ യുദ്ധത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താല്പര്യങ്ങളാണ് പ്രശ്നം. ഈ താല്പര്യങ്ങൾ ഒരിക്കലും ജിയോ പൊളിറ്റിക്കലുമല്ല, ഐഡിയോളജിക്കലും ആശയപരമല്ല, ആമാശയപരമാണ്. അല്ല, താല്പര്യങ്ങളെല്ലാം നിൽക്കുന്നത് അവരവരുടെ വ്യാവസായിക വ്യാപാര നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ഓർക്കുന്നറിയോ, ട്രംപ് ഇന്നലെ വാർത്താലേഖകർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങയുടെ പ്രസിഡന്റ് ടൈം കഴിയുകയാണല്ലോ, 2 തവണയല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ, അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പോയി വെനസ്വേലയുടെ പ്രസിഡന്റ് ആവുന്നു. വെനസ്വേലയുടെ പ്രസിഡന്റ് ആയ മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയി. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡുള്ള ക്രൂഡും വെള്ളവും എണ്ണ നിക്ഷേപമുള്ള അവിടെയാണ്. പക്ഷേ അവർക്ക് ഇതിൻ്റെ ടെക്നോളജി ഇല്ലാത്ത കാരണം അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രംപിൻ്റെ ഇപ്പോഴത്തെ പലസ്തീൻ യുദ്ധം, ഗാസ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു പീസ് ബോർഡ് ഉണ്ടാക്കി. പീസ് ബോർഡ് ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായിട്ട് എല്ലാ രാജ്യങ്ങളും വന്ന് ചേരണം, ട്രംപ് ആയിരിക്കും മരിക്കും വരെ അധ്യക്ഷൻ, പുള്ളി പ്രഖ്യാപിച്ചു. കൂടാതെ പുള്ളിയുടെ മരുമകൻ കുഷ്ണറും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനി അമേരിക്കൻ നേരെ പോകുന്നു, വെനസ്വേലയുടെ പ്രസിഡന്റ് ആവുന്നു, എണ്ണ കച്ചവടം നടത്തുന്നു. അല്ല, ഇതിനകത്ത് ഇസ്രയേലിന് താല്പര്യമുണ്ട്. ഇസ്രയേലിന് ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എന്താണെന്നറിയാമോ? അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെതറിപ്പോയിട്ടുള്ള ജൂത സമൂഹത്തെ ഏകോപിപ്പിച്ച് ഒരു രാജ്യമാക്കി, വിശാല ഇസ്രയേൽ ഒരു രാജ്യമാക്കി നിലനിർത്തുക എന്നുണ്ട്. അപ്പോൾ അതിന് കിട്ടണം. ലെബനനിലെ കുറേ ഭാഗങ്ങൾ അവർ പിടിച്ചെടുത്ത്, ഇതിനിടയിൽ ഈജിപ്തിൻ്റെ കുറേ ഭാഗങ്ങൾ പിടിച്ചെടുത്ത്, അപ്പോൾ ഈ ഗാസ ആ സ്ട്രിപ്പ് മുഴുവനും ഏതാണ്ട് ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെടുത്ത് ലെബനൻ്റെ കുറേ ഭാഗങ്ങളെടുത്ത് അവിടെയൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരെ 6500 മറ്റേ ജൂതന്മാരെ അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞു. അവിടെ അവരുടെ ഡി എൻ എ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ എത്തിച്ചു. അപ്പോൾ മൊത്തത്തിൽ അവർക്ക് മാത്രമാണ് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ളത്. വേറെ ഇപ്പോൾ ഇറാന് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുക ലക്ഷ്യമില്ല. അമേരിക്കയ്ക്ക് രാജ്യവിസ്തൃതി ലക്ഷ്യമേ അല്ല എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് കാനഡ വേണം, അങ്ങനെയല്ല. അവർക്ക് രാജ്യം വികസിപ്പിക്കേണ്ട. അവിടെയുള്ള ഇപ്പോൾ വെനസ്വേലയിലുള്ള പ്രശ്നം എന്താണ്? വെനസ്വേലയിലുള്ള എണ്ണയും അവിടുത്തെ ധാതുക്കളും കിട്ടണം, അത്രേ ആവശ്യമുള്ളൂ. അല്ല, കാനഡ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ആക്കാന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ആക്കാന്ന് പറഞ്ഞത് എന്തിനാണ്? അവിടുത്തെ സംഗതികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ ഇതിനകത്ത് കാനഡ അവിടെ പോയിട്ട് ഇവർ ഭരിക്കാൻ പോകുന്നില്ല. ഇവർക്ക് അവിടെ താല്പര്യമുള്ള ഒരാൾ വരികയും ഈ ധാതുക്കളും ഇത് കിട്ടുകയും വേണം. പിന്നെ ഗ്രീൻലാൻഡ് വെള്ളത്തിൻ്റെ ഇൻഡസ്ട്രി തുടങ്ങണം. മഞ്ഞിനടിയിൽ ധാതുക്കളുണ്ട്, അതാണ് കാര്യം. അല്ല, ഏറ്റവും കൂടുതൽ ശുദ്ധജലമുള്ള സ്ഥലമാണ്. ശുദ്ധജലത്തിൻ്റെ മാർക്കറ്റ് ട്രംപിനറിയാം. അപ്പോൾ ഈ ട്രംപ് പറയുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ട്രംപ് പറയുന്ന അഭിപ്രായം തന്നെയാണ് ഒരു ശരാശരി അമേരിക്കക്കാരുടെ അഭിപ്രായം. അല്ലാണ്ട് ട്രംപ് വേറെ അമേരിക്ക വേറെ അങ്ങനെ ഒന്നുമില്ല. നമ്മളെപ്പോഴും കാണേണ്ട ഒരു കാര്യമുണ്ട്.
കാരണം ഏറ്റവും വലിയ ജനാധിപത്യവാദിയും ഏറ്റവും വലിയ മനുഷ്യാവകാശവാദിയും ഏറ്റവും വലിയ ലിബറൽ ലെഫ്റ്റും ഒക്കെയാണ് ആര്? ഇയാൾക്ക് മുമ്പുണ്ടായിരുന്ന ഒബാമ അല്ലേ? ആ ഒബാമയാണ് മറ്റേയാളെ കൊന്നത്, ബിൻ ലാദനെ കൊന്നത്. ആ കാര്യത്തിൽ ഇവരൊക്കെ തമ്മിൽ ഒറ്റക്കെട്ടാണ്, ഇവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത്. അല്ല, ഇതിനകത്തൊരു കാര്യമുള്ളത്, അവരവരുടെ ലാഭമാണ് ഇതിനകത്ത് പ്രശ്നമായിട്ട് വരുന്ന ഒരേ ഒരു കാര്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ലാഭത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും സംഗതികളൊക്കെ കിട്ടി, ഇനി ഇവിടെയെല്ലാം കൊണ്ടുവന്ന് ജൂതന്മാരെല്ലാം കൊണ്ടുവന്ന് സ്ഥാപിച്ച് അതെല്ലാം കൃഷിഭൂമിയാക്കി മാറ്റി അതിന് അത്യാവശ്യം പണം കിട്ടുന്നൊരു സാഹചര്യമൊക്കെ വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ അടുത്തതിലേക്ക് പോകും. അതുവരെ ഇനി ഇസ്രായേലിന് പ്രശ്നമില്ല. ഇറാനൊരു പ്രശ്നമുണ്ട്. ഇറാൻ എന്താണെന്ന് വെച്ചാൽ, ഇറാനിന് പിന്നെ ആ ഹോർമൂസ് ഇല്ലേ, കടലെടുക്ക്, അവിടെ ഇനി ചുങ്കം ഏർപ്പെടുത്തണം. അവർ അതിനുള്ള നിയമ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരും. ഒരു കപ്പൽ കടന്നു പോകാൻ 18 കോടി രൂപ അവിടെ പറഞ്ഞു. ചുങ്കം ഏർപ്പെടുത്തണം. അമേരിക്ക ചുങ്കത്തിനെതിരല്ല, അമേരിക്ക ചുങ്കത്തിനെതിരല്ല. ആ ചുങ്കത്തിൻ്റെ വിഹിതം അമേരിക്കക്കും കിട്ടണമെന്നുള്ളതാണ്. ഇസ്രായേലും പിന്നെ അതിനകത്ത് കണ്ണില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അമേരിക്കയും ഇറാനും ചുങ്കത്തിൻ്റെ കാര്യത്തിൽ യോജിക്കുകയും ചുങ്കത്തിൻ്റെ വിഹിതം പങ്കുവെക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ചുങ്കമല്ല വേണ്ടാന്ന് വെക്കുന്നത്, ചുങ്കത്തിൻ്റെ വിഹിതത്തിലാണ് തർക്കം നിൽക്കുന്നത്. അപ്പോൾ യുദ്ധം കൊണ്ട് ഇറാൻ ഒരു വലിയ ലാഭം കിട്ടുകയാണ്. അതെന്താണ്? ഓരോ കപ്പലുകൾ പോകുമ്പോഴേ എത്ര നിങ്ങൾ പറഞ്ഞ അത്രയും 18 കോടി രൂപയാണ് അവർ പ്രപ്പോസ് ചെയ്തത്. ഇപ്പോൾ 10 കോടി കിട്ടുക. എത്ര കപ്പൽ പോകുന്നുണ്ട് ഒരു ദിവസം? എത്ര കപ്പലാണ് അതുവഴി കടന്നു പോകുന്നത്? അപ്പോൾ എത്ര കോടി രൂപ കിട്ടും? ഒരു ദിവസം തന്നെ കിട്ടും. ഇത് വെറുതെ കിട്ടുന്നതല്ലേ? അതിന് ചിലവൊന്നുമില്ലല്ലോ. 10 പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ കാശ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു പക്ഷേ ഹോർമുസ് അവരുടെ അല്ല, ഹോർമുസ് ഒരു സ്വതന്ത്രമായ കടലെടുക്കാണ്. അതെ, അവർ അവിടെ ഗുണ്ടായിസം കാണിക്കുകയാണ്. രണ്ടു കൂട്ടരും അത് തന്നെയാണ് അമേരിക്കൻ പറയണത്. നിങ്ങളുടേതല്ല ഞങ്ങളുടേതുമല്ല, നമുക്ക് രണ്ടുപേരും കൂടി പങ്കുവെച്ചെടുക്കാമെന്ന്. അപ്പോൾ ലാഭം ആർക്കാണ്? അപ്പോൾ യുദ്ധം എപ്പോഴും ഓരോ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്ന ഒരു ആശയത്തിൻ്റെ പേരിലോ നമ്മൾ കരുതുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ ഇസ്ലാമിക മത നിയമത്തെ സ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് അല്ലാഹുവിനെ നേരിട്ട് കൊണ്ടുവരാൻ ഇതൊന്നുമല്ല. ചില്ലറ എങ്ങനെ സംഘടിപ്പിച്ചെടുക്കാം എന്നുള്ളത് സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ചൊരു തീരുമാനം എത്തി എന്ന് മാത്രമേ ഈ വെടിനിർത്തലിന് അർത്ഥമുള്ളൂ. അതായത് ചുങ്കം ഏർപ്പെടുത്താനും ആ ചുങ്കം പങ്കുവെക്കാനും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഡിഫൻസ് സൈറ്റുകളൊക്കെ പറയുന്നത് ഇതല്ല. ഇതിന് വ്യത്യസ്തമായ സ്റ്റോറി പറയുന്നുണ്ട്. കാരണം അമേരിക്കയുടെ കയ്യിലുള്ള ആയുധങ്ങൾ തീർന്നു കഴിഞ്ഞു. ആയുധങ്ങൾ തീർന്നു കഴിഞ്ഞു. ലോകത്തുള്ള ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നതാണ്. അതായത് ഇപ്പോൾ ഇസ്രായേലിനെ ഇനിയിപ്പോൾ അത് കുറേ സജ്ജമായി 2 വീക്സ് വേണം അമേരിക്കയ്ക്ക് ഈ ഡ്രോണുകൾ, മിസൈലുകളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ അവിടെ താടെന്ന് പറയുന്നത് അവിടെ ഏറ്റവും ആധുനികമായ ഒരു മിസൈലുണ്ട്. അതുകൊണ്ട് 750 എണ്ണം അത്ര അമേരിക്കയുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഉപയോഗിച്ച് കഴിയും. അപ്പോൾ ഇനി സാധനം പ്രൊഡക്ഷൻ നടക്കണം. അതിനു വേണ്ടി ഒരു ഗ്യാപ്പ് വേണം. ഇറാൻ്റെ പക്കൽ ഇത് ഇഷ്ടം പോലെ വളരെ പ്രാകൃതമായിട്ടുള്ള തരത്തിലുള്ളത് ഉൾപ്പെടെയുള്ള സാധനമുണ്ട്. അവർ ഈ സത്യം പറഞ്ഞാൽ പൈപ്പിനകത്ത് വെടിമരുന്ന് കയറ്റി കത്തിച്ചും വിടുന്നുണ്ട്. ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കോടികൾ വില മതിക്കുന്ന ആധുനികമായ പ്രതിരോധ മിസൈലുകളാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. ഇസ്രായേലിൻ്റെ കയ്യിലും തീർന്നു. കാരണം അതുമാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ആ സമയം കൊണ്ട് വേണ്ടത്ര സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം. ഒബ്സലീറ്റ് ആകാൻ പോയിരുന്ന മുഴുവൻ എന്ന് വെച്ചാൽ ഒബ്സലീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്തെന്ന് പറയും, ഇനി ഇത് പഴകിപ്പോയ, കാരണം അപ്രസക്തമായ തീരാവുന്ന മുഴുവൻ ആയുധങ്ങളും ഇതിനകം അമേരിക്കയിൽ ആയുധ കച്ചവടക്കാർ വിറ്റ് കഴിഞ്ഞു. ഈ ആയുധങ്ങൾ കുറേ കഴിഞ്ഞാൽ ഇത് ഉപയോഗശൂന്യമായി പോകും. ഇപ്പം നമ്മൾ ഈ മറ്റേ തോക്കും കൂടി ഇരിക്കുമ്പോൾ AK-47 വരുമ്പോൾ മറ്റതിന് ആരും വാങ്ങിക്കാതെ ആവും. അപ്പോൾ ഇതിനൊരു മാർക്കറ്റ് ഉണ്ടാക്കണം ആയുധത്തിന്. ആ മാർക്കറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിറ്റ് കഴിഞ്ഞു. എന്തായാലും ഇത് ഈ പഴയതാണെങ്കിലും എന്താണെങ്കിലും ഒബ്സലീറ്റ് ആണെങ്കിലും ഇറാനും സാധനം മേടിക്കേണ്ടി വന്നാൽ എത്ര കോടി പമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. ഇസ്രായേലിന് പിന്നെ ഇത് ശീലമാണ്. ഇസ്രായേൽ എന്നും യുദ്ധത്തിലാണല്ല, ഇസ്രായേലിനത് ശീലമാണ്.
ഇറാൻ ഇതുണ്ട്. പിന്നെ ബാക്കി ഇനിയിപ്പോൾ വേറൊരു കാര്യം സംഭവിച്ചു. അതെന്താണെന്ന് അറിയില്ലേ? ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും ആയുധം മേടിച്ച് സംഭരിച്ചു വെച്ചു. അപ്പോൾ ആയുധ കച്ചവടത്തിൽ ഇവർക്കൊക്കെ ലാഭം കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ജനറേഷൻ ആയുധങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ യുദ്ധം കൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ആയുധങ്ങൾ വന്നത് മുഴുവനും തീർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതാ ഇപ്പോൾ അമേരിക്കയ്ക്ക് ആ ഒരു താല്പര്യം കൂടിയുണ്ട്. അല്ല അവർ കിട്ടുമ്പോഴത്തേക്ക് പക്ഷേ വേറൊരു കാര്യമുണ്ട്. അമേരിക്ക ആയുധ ഉൽപ്പാദകരും കച്ചവടക്കാരുമാണ്. അവിടെ തീരുന്ന പ്രശ്നമില്ല, അവർക്ക് തീരില്ല. നമ്മളെ പോലെയല്ല, അവർ ഉൽപ്പാദിപ്പിച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് പ്രതിരോധ പ്രതിരോധ സൈറ്റുകൾ പറയുന്നത്. അല്ല, യുദ്ധ വ്യാപാരികളാണ് അവർ. വ്യാപാരിയുടെ സ്റ്റോക്ക് തീരും, അതാണ് വ്യാപാരിയുടെ സ്റ്റോക്ക് തീരും. അവർ അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ യുദ്ധം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ ടെററിസ്റ്റുകളെ വളർത്തിയെടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ഒബ്സലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഉപയോഗശൂന്യമായി ഏത് സമയത്തും അപ്രസക്തമാകാവുന്ന ആയുധങ്ങൾ മുഴുവൻ പ്രയോഗിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ കിട്ടി അമേരിക്കയുടെ. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അമേരിക്കയുടെ ആർമമെൻ്റ് ഇൻഡസ്ട്രിയുടെ ഇത് വരും. ആ ആർമമെൻ്റ് ഇൻഡസ്ട്രിയുടെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കിത് അറിയാനും പറ്റും. ഏതായാലും നമുക്ക് നമ്മുടെ അടുക്കളയിൽ വരെ യുദ്ധം ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അല്ല, യുദ്ധം ആഗോളമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും ഇതിൻ്റെ ഒരു അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ദുബായിക്കാണ്. ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ മാത്രമല്ല, അബുദാബിയിലും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബാക്കി ഇപ്പോൾ സൗദി അറേബ്യ ആയാലും കുവൈറ്റ് ആയാലും ഖത്തർ ആയാലും ഇതൊക്കെ ആയാലും മറ്റേ ഒമാൻ ആയാലും അവർക്കൊക്കെ വലിയ എണ്ണശേഖരമുണ്ട്. ഇവർക്കതില്ല. ഇവർ സിംഗപ്പൂരാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിയല്ലേ? ഇനിയിപ്പോൾ സിംഗപ്പൂരാകുമോ? അല്ല, ആയിക്കൂടാനില്ല. എങ്ങനെ? അല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ മടിക്കും. അപ്പോൾ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അത് ഒഴിവായി. യുദ്ധം തീർന്നു കഴിഞ്ഞാലും ഇത്രയും കാലം അവിടെ ഒരു യുദ്ധവുമില്ല, സമാധാനത്തിൻ്റെ മേഖലയാണ്. അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാശ് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ളവരാണ്. ഇനി അവിടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് 3 വട്ടം ആലോചിക്കും. ഏതായാലും വെടിനിർത്തൽ നിലനിൽക്കട്ടെ, അത് ബ്രേക്ക് ചെയ്തായിരിക്കും. അത് ബ്രേക്ക് ചെയ്യാതിരിക്കട്ടെ, അത് നിലനിൽക്കട്ടെ. അതുമൂലം മനുഷ്യർക്ക് സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും. അല്ല, അത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് ജനങ്ങൾ, നമ്മുടെ 40 ലക്ഷം ആളുകളാണ് മിഡിൽ ഈസ്റ്റിലുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഇറാനിലുള്ളവരുടെ എല്ലാം ഇന്ന് തന്നെ അടിയന്തരമായിട്ട് വിട്ടുവരാൻ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം തുടങ്ങും മുമ്പേ പറഞ്ഞത്. എന്നിട്ടും പോരാതെ കുറേ ആളുകൾ അവിടെ നിന്നത്. അല്ല, അവരോട് ഉടൻ വിട്ടുവരാൻ അവർ പോരത്തില്ല. അവർ ഇന്ത്യയിലില്ലാത്ത എന്ത് പഠിക്കാനാണ് ഇറാനിൽ പോയതെന്ന് അറിയത്തില്ല. അത് മനസ്സിലാവുമല്ലോ എന്ത് പഠിക്കാൻ പോയതാണ് ഇരിക്കുന്നു, ആരായിരിക്കും.